ഹലോ ഫ്രണ്ട്സ്, ഐ ആം സുബീഷ്. ഇന്ന് നമ്മൾ തൃശ്ശൂർ ലത്തീൻപള്ളിയിലാണ്. ക്രിസ്തുമസിനെ വരവേൽക്കാനായി ലത്തീൻപള്ളിയിൽ ക്രിസ്തുമസ് കൂടൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ലത്തീൻപള്ളിയുടെ മുറ്റത്ത് തന്നെ നല്ല ഒരു ക്രിസ്തുമസ് ട്രീ ഒരുക്കിയിട്ടുണ്ട്. ക്രിസ്തുമസ് ട്രീ ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ച് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. നല്ല ഹൈറ്റും ഉണ്ട് ക്രിസ്മസ് ട്രീക്ക്. ലെഫ്റ്റ് സൈഡിൽ വലിയൊരു സ്റ്റാറും ഉണ്ട്. ഒരു ട്രീയിൽ ലൈറ്റുകൾ കൊണ്ട് മനോഹരമായി അലങ്കരിച്ചിട്ടുണ്ട്. അത് കാണാൻ തന്നെ വളരെ മനോഹരമായിട്ടുണ്ട്. ലത്തീൻപള്ളിയുടെ വലതുവശത്തായി ഒരുപാട് സ്റ്റാറുകളൊക്കെ ഇട്ട് അലങ്കരിച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ക്രിസ്മസ് പാപ്പയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ക്രിസ്മസ് പാപ്പയുടെ തൊട്ടപ്പുറത്തായി വലിയൊരു മാല ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ മാതാവിൻ്റെ രൂപവുമുണ്ട്. ഇവിടെ പുല്ലിൽ ചവിട്ടരുത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഈ ആർച്ചിന്റെ ഉള്ളിലേക്കൊരു വഴിയുണ്ട്. ഈ വഴിയിൽ റൈറ്റ് സൈഡിൽ 2 ആനകളും അരയന്നങ്ങളുടെയും സ്റ്റാച്ചു ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ നിയോൺ ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു നിർമ്മിതിയാണ്. ജീവനില്ലാത്ത ആനകളാണെങ്കിലും ജീവനുള്ള ആനകളെ പോലെ തന്നെയാണ് ഇവയും. അത്രയും മനോഹരമായിട്ടുണ്ട്. ജീവനുള്ള ആന നിൽക്കുന്നത് പോലെ തന്നെയില്ലേ ഈ ആനയും. ലൈറ്റുകൾ കൊണ്ട് മനോഹരമാക്കിയ ഒരു ആർച്ചും അതിനുള്ളിലൂടെ ഒരു വഴിയും ഉണ്ട്. ഈ വഴി എങ്ങോട്ടാണെന്ന് നമുക്ക് നോക്കാം. ഈ വഴി വന്ന് മുട്ടുന്നത് ഒരു പുൽമേട്ടിലേക്കാണ്. അവിടെ ആടുകളൊക്കെ ഉണ്ട്. ഇവിടെ ഒരുപാട് ആടുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കാണുന്നത് ഒരു ഗുഹയിലേക്കുള്ള വഴിയാണ്. ഗുഹയുടെ മുകളിൽ ഒരു കുരങ്ങനൊക്കെ ഇരിക്കുന്നുണ്ട്. ഗുഹയുടെ ഉള്ളിലേക്ക് വന്നപ്പോൾ ആകെ ഇരുട്ടാണ്. ഇതിനുള്ളിൽ ഹൊറർ സിനിമയിൽ കാണുന്ന പോലെയാണ് ഗുഹയുടെ ഉൾഭാഗം. ആകെ ഇരുട്ടും പേടിപ്പെടുത്തുന്ന ശബ്ദങ്ങളുമാണ് ഗുഹയുടെ ഉള്ളിൽ. ഗുഹയുടെ മുകളിൽ വവ്വാലുകൾ തൂങ്ങിക്കിടക്കുന്നു. നമ്മളെ പേടിപ്പെടുത്തുന്ന വിധം ഒരുപാട് വവ്വാലുകൾ തൂങ്ങിക്കിടക്കുന്നുണ്ട് ഇവിടെ. ഒന്നും കൂടി മുൻപോട്ട് നടന്നപ്പോൾ സിംഹത്തിന്റെ അടുത്തെത്തി നമ്മൾ. പിന്നെയും ഗുഹയുടെ ഉള്ളിൽ ഒരുപാട് വവ്വാലുകൾ തൂങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. റൈറ്റ് സൈഡിൽ വലിയൊരു മലയുണ്ട്. ആ മലയുടെ മുകളിൽ വലിയൊരു ഡൈനോസറും ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ വലിയൊരു കങ്കാരു ഉണ്ട്. അതിന്റെ സഞ്ചിയിൽ ഒരു കങ്കാരു കുട്ടിയും ഉണ്ട്. ഇവിടെ ഹൊറർ സിനിമയിൽ കാണുന്ന പോലെ ഉണ്ട്.
ഇവിടെ ഒരുപാട് അരയണങ്ങളും വലിയ വലിയ കൂണുകളും ഉണ്ട്. ഇവിടെ മൊത്തം ഇരുട്ടായ കാരണം നമുക്ക് ഉള്ളിലൊക്കെ ചെറുതായിട്ടൊരു പേടിയൊക്കെ തോന്നും. ഇവിടെ വലിയൊരു കാടാണ്. അതിൽ അവിടെ മാനും അരയന്നവും മറ്റു മൃഗങ്ങളൊക്കെ ഉണ്ട്. മൃഗങ്ങളെ പിടികൂടാനായിട്ട് പുലി വരുന്നതാണ് ഈ കാണുന്നത്. ഇവിടെ രണ്ട് വലിയ മരങ്ങളുണ്ട്. കാണുമ്പോൾ തന്നെ നമുക്ക് പേടി തോന്നും. പ്രേതങ്ങളൊക്കെ താമസിക്കണ ഒരു മരം പോലെ. ഇവിടെയും അരയന്നങ്ങളും മാനുകളും കൊക്കുകളും കൂണുകളുമുണ്ട്. ഇവിടെ അരയന്നത്തിൻ്റെയും കൂണിൻ്റെയും അടുത്തായിട്ട് ഒരു വലിയ ഡൈനോസർ നിൽക്കുന്നുണ്ട്. ഡൈനോസറിന്റെ തൊട്ടടുത്തായിട്ട് മുകളിൽ വലിയൊരു വവ്വാലും ഉണ്ട്. അയ്യോ, ഇത് നോക്കി, വലിയൊരു ഡ്രാഗൺ ഡൈനോസർ. എന്ത് വലിപ്പാണ് കാണാൻ. ഇവിടെ വലിയൊരു കഴുകൻ ചിറക് വിരിച്ച് നിൽക്കുന്നുണ്ട്. തൊട്ടപ്പുറത്ത് വേറൊരു കഴുകനും നിൽക്കുന്നുണ്ട്. അതിനടുത്ത് പകുതി മുറിച്ച മരത്തിൽ രണ്ട് കഴുകന്മാരും ഇരിക്കുന്നുണ്ട്. അതിനടുത്ത് തന്നെ വലിയൊരു ചീങ്കണ്ണിയും ഇരപിടിക്കാനായിട്ട് കിടക്കുന്നുണ്ട്. റൈറ്റ് സൈഡിൽ വലിയൊരു മലയിൽ കഴുകന്മാരൊക്കെ ഉണ്ട്. ഇനി നമ്മൾ അടുത്ത ഗുഹയിലേക്കാണ് പോകുന്നത്. ഗുഹയുടെ ഫ്രണ്ടിൽ സൈഡിലായിട്ട് വലിയൊരു പെരുമ്പാമ്പ് കാവൽ നിൽക്കുന്നുണ്ട്. ഗുഹയുടെ ഉള്ളിൽ നല്ല ഇരുട്ടാണ്. ഇപ്പോൾ നമ്മൾ ഗുഹയുടെ പുറത്തെത്തി. ഇവിടെ കാലിത്തൊഴുത്തിൽ എരുമയും പശു അങ്ങനെ എല്ലാം ഉണ്ട്. അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഡ്രാഗൺ ഡൈനോസറും അതിന്റെ തൊട്ട് ഒരു വലിയ ഡൈനോസറും ഉണ്ട്. ചെറിയൊരു ഗാർഡൻ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതില് അരയന്നവും ജിറാഫും ഉണ്ട്. ഒരു ജിറാഫും രണ്ട് ആടുകളും ഒരു അരയന്നവും ഉണ്ട് ഈ ഗാർഡനിൽ. ലൈറ്റുകൾ കൊണ്ട് താമരപ്പൂ പോലെ അലങ്കരിച്ച ആർച്ചിനുള്ളിൽ കൂടെയാണ് ഇപ്പോൾ നമ്മൾ നടന്നു പോകുന്നത്. നടപ്പാതയുടെ ഇരുവശത്തും ലൈറ്റുകൾ കൊണ്ട് ക്രിസ്മസ് ട്രീ പോലെ നന്നായി അലങ്കരിച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. അതുപോലെ വലിയൊരു മനോഹരമായ തുമ്പിയെയും ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ നിയോൺ ലൈറ്റുകൾ കൊണ്ട് മാനുകളെയും ഉണ്ടാക്കിയിട്ടുണ്ട്. നിയോൺ ലൈറ്റുകൾ കൊണ്ട് പൂക്കൾ ഉണ്ടാക്കി അതിന് നടുവിൽ മനോഹരമായ വലിയ ഒരു തുമ്പിയെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കാണാൻ തന്നെ അതിമനോഹരമായിട്ടുണ്ട്. നിയോൺ ലൈറ്റുകൾ കൊണ്ട് അതിമനോഹരമായ ഒരു പൂന്തോട്ടം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതില് ചെടികളും പൂക്കളും ചിത്രശലഭങ്ങളും വളരെ മനോഹരമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്.
ഇവിടെ കാറ്റാടി മരങ്ങളും മാനുകളും പശുക്കുട്ടിയും എല്ലാം നമുക്ക് കാണാം. ഇവിടെ ചാടുന്ന മാൻ, ഡാൻസ് ചെയ്യുന്ന മാൻ എല്ലാം ഉണ്ട്. വലിയ 2 ജിറാഫ് ഉണ്ട് ഇവിടെ. ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ച ജിറാഫിനെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ അരയന്നങ്ങളും ജിറാഫിന്റെ പിന്നിലായി നിൽക്കുന്നുണ്ട്. മഞ്ഞിൽ പൊതിഞ്ഞു നിൽക്കുന്ന ട്രീ ആണ് കാണുന്നത്. മഞ്ഞ് മൂടിക്കിടക്കുന്ന ദ്വീപിൽ പെൻഗ്വിനുകളും ധ്രുവക്കരടികളും നിൽക്കുന്നത് കാണാം. മരങ്ങളെല്ലാം മഞ്ഞിൽ കുളിച്ചാണ് നിൽക്കുന്നത്. ഇതേ നോക്കി, എന്തൊരു വലിയ ധ്രുവക്കരടിയാണ് നിൽക്കുന്നത്. ഇവിടെ മൊത്തം മഞ്ഞ് മൂടി കിടക്കാണ് കേട്ടോ. മഞ്ഞുമലയുടെ മുകളിൽ നിന്ന് ക്രിസ്മസ് പാപ്പ അദ്ദേഹത്തിന്റെ വാഹനത്തിൽ താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ലെഫ്റ്റ് സൈഡിൽ മുകളിലായിട്ട് ഒരു മാലാഖ നിൽക്കുന്നുണ്ട്. അതിന് താഴെ ഒരു ആട്ടിൻകുട്ടിയും ഒരു കഴുതയും നിൽക്കുന്നുണ്ട്. അതിന്റെ സമീപത്ത് തന്നെ ഔസപിതാവും കന്യാമറിയവും ഉണ്ണിയേശുവും ഒരു മഞ്ഞുമൂടിയ പുൽക്കൂട്ടിൽ നിൽക്കുന്നു. നമ്മളിപ്പോൾ പുറത്തേക്ക് പോകാനുള്ള വഴിയിലാണ്. പുറത്തേക്ക് പോകുന്ന വഴിയിൽ തന്നെ ഒരു രൂപക്കൂടുണ്ട്. ഔസേപ്പിതാവിന്റെയും അന്തോണിസ് പുണ്യാളന്റെയും മാതാവിന്റെയും ഉണ്ണി ഈശോയുടെയും രൂപക്കൂടാണ്. രൂപക്കൂടിന് മുന്നിൽ മെഴുകുതിരി കത്തിച്ച് എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. പുറത്തേക്ക് പോകുന്ന വഴിയിലും നക്ഷത്രങ്ങളൊക്കെ ഇട്ട് നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിയോൺ ലൈറ്റുകൾ കൊണ്ടും. ഇവിടെ ഉണ്ണിയേശുവിനെ കാണാനായിട്ട് ഒട്ടകവും യഹൂദരും നിൽക്കുന്നുണ്ട്. നമ്മൾ പുറത്തേക്ക് എത്തി. ഇവിടെയും ഒരുപാട് സ്റ്റാറുകൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഇവിടെയും ഒരുപാട് രൂപക്കൂടുകളുണ്ട്. അതും ലൈറ്റുകൾ കൊണ്ട് നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.